കളിക്കല്ലേ നമുക്ക്? യെസ്, സ്റ്റാർട്ട്. ഫസ്റ്റ് നമുക്ക് ഈ 3 കാർഡ് മാറ്റി വയ്ക്കണം. ബ്രേക്ക്, മങ്കി, സുപ്രീമസി. നന്നായിട്ട് ഷഫിൾ ചെയ്യുക. മാക്സിമം നന്നായിട്ട് ഷഫിൾ ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഷഫിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇടുക. 4 കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇടേണ്ടത് ഒരു പ്ലെയറിന്. ഓക്കെ, 4 കാർഡ്. ഓക്കെ, ബാക്കിയുള്ള സെൻട്രൽ വരും. റോഡ് പോകണം. ഓ സോറി. ഓക്കെ എടുക്കട്ടെ. നമ്മുടെ ഗ്യാങ്ങിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആർക്കാ? കളിക്ക്. പ്രായം കുറഞ്ഞ ആളാണ് ഫസ്റ്റ് കളി വരേണ്ട. എങ്ങനെയാ ഫസ്റ്റ് കളി എങ്ങനെയാ വരാ? അപ്പൊ ഫസ്റ്റ് കളി നമ്മൾ ഇതിന് ഫസ്റ്റ് നമ്മൾ ഡ്രോ ചെയ്യണം. ഓക്കെ, ഇതിന് ഡ്രോ ചെയ്തതിന് ശേഷം നമ്മൾ കളിക്കുക. ഓക്കെ, നിനക്ക് വലിച്ച കാർഡ് ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് എടുത്തു വെക്കാം. അല്ലെങ്കിൽ നിനക്കത് കളയാം. ഓക്കെ, നീ കളഞ്ഞു. ഇത് അപ്പൊ നിനക്ക് എടുക്കാൻ പറ്റുമോ? എനിക്ക് എടുക്കാം. എനിക്കിതിപ്പോ എനിക്ക് ആവശ്യമില്ലേ, അപ്പൊ ഞാൻ പുതിയത് ഞാൻ എടുക്കണോ? ഓക്കെ, ഞാനിപ്പോ സ്വാപ്പ് ഹാൻഡ് ഇട്ടു. ഈ സ്വാപ്പ് ഹാൻഡിന്റെ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ 3 പേരിൽ ആരെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അതർവൈസ് എനിക്ക് തന്നെ സ്വാപ്പ് ചെയ്യുകയും ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ സ്വാപ്പ് ഹാൻഡ് ഇട്ടു. എനിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൈ നിങ്ങളുടെ ആര് വേണമെന്നായിട്ട് സ്വാപ്പ് ചെയ്യിപ്പിക്കാം. ഞങ്ങൾക്ക് 2 പേർക്ക് ഷഫിൾ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് ഡയറക്റ്റ് ആയിട്ട് ആരായിരുന്നു? ഇപ്പൊ ഞാൻ ചൂസ് ചെയ്യാണ്. ഇവര് 2 പേരും സ്വാപ്പ് ചെയ്തോട്ടെ. അപ്പൊ ഞങ്ങൾ കൊടുക്കണം. നിങ്ങൾ അങ്ങോട്ട് കൈമാറണം. മറ്റേ സാധാരണ കളിയിൽ പോലെ ഇങ്ങനെ ക്ലോക്ക് വൈസ് കളിക്കുമ്പോ അപ്പുറത്തിരിക്കുന്ന ആൾ മാത്രമല്ല, ആർക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇത് നമുക്ക് പവർ കാർഡ് എപ്പോ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? വലിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ വലിച്ചിട്ട് എനിക്ക് കിട്ടിയ കാർഡ് ഇതാന്ന് വെച്ചാൽ എനിക്ക് യൂസ് ചെയ്യാം. കയ്യിലുണ്ടെങ്കിൽ ആ വലിച്ച കാർഡ് എടുത്ത് വെച്ചിട്ട് സ്വാപ്പ് ഹാൻഡ് എന്റെ ഉണ്ടെങ്കിൽ അത് ഇടാം. ഏത് പവർ കാർഡാണ്? മൂത്തന്റെ കളി. അപ്പൊ തീപ്പെട്ടു. അപ്പൊ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്റെ 3 സാക്ക് കണ്ട. 3 സാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് 3 കാർഡ് എന്നുള്ള ലെവലല്ല. അപ്പൊ ഇവന് ഇതില് 3 ടൈപ്പ് തീഫ് ഉണ്ട്. 1 സാക്കിന്റെ തീഫ് ഉണ്ട്, 2 സാക്കിന്റെ തീഫ് ഉണ്ട്, 3 സാക്കിന്റെ തീഫ് ഉണ്ട്. ഇപ്പൊ 3 സാക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഞങ്ങള് 3 പേരിൽ ആര് വേണമെങ്കിൽ നിനക്ക് ചൂസ് ചെയ്യാം. 3 കാർഡ് അത് ഒരാളുടെ എടുക്കാൻ പാടുള്ളൂ. 3 പേരെ ഓരോന്നായിട്ട് എടുക്കാൻ പറ്റില്ല. ഒരാളുടെ തന്നെ 3 എടുക്കാൻ പറ്റുള്ളൂ. 3 പേരെ എടുക്കാൻ പറ്റില്ല. നിനക്ക് ഇഷ്ടമുള്ള ആളെ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തു. അതെന്താ നീ അവനെ ചൂസ് ചെയ്യാൻ കാരണം? അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചാൽ മതിയാ? അങ്ങനെ പിടിച്ചിട്ട്, അതായത് കാണാൻ പാടില്ലേ, കാണാത്ത രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള എടുത്തോളെ. ഇപ്പൊ ഇവന്റെ കയ്യില് ഇപ്പൊ ഇത്ര കാർഡായില്ലേ? അപ്പൊ ഇവന്റെ കയ്യില് ഇപ്പൊ 4 കാർഡ് പാടുള്ളൂ. ഇപ്പൊ ഇവന്റെ 7 എണ്ണം ഉണ്ടാവും. അപ്പൊ 3 കാർഡ് ഇവൻ കളയണം. ഇപ്പൊ ഇവൻ കളയണ കാർഡില് ഇതേപോലത്തെ പവർ കാർഡ്സുകൾ ഉണ്ട് നമ്മുടെ. പവർ കാർഡ് ഉണ്ടെങ്കിൽ അവൻ എടുക്കാം. ഇനി ഇവന്റെ കാര്യം എന്താ വെച്ചാൽ പവർ കാർഡ് മാത്രം എടുക്കാൻ പോലെ എനിക്ക് വേറെ ആവശ്യമുള്ള കാർഡ് കണ്ടെടുത്തൂടെ? എടുക്കാം. നിനക്ക് ഇഷ്ടമുള്ള കാർഡ് ഇവ ഇടണ 3 എണ്ണത്തിലുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഒരെണ്ണം എടുക്കാം. ഇനി ഇവന്റെ കാര്യം ഞാൻ പറയട്ടെ. ഇവന്റെ കയ്യിൽ ഇപ്പൊ 1 കാർഡുള്ളൂ. ഇനി ഇപ്പോ അടുത്ത ഒരാളുണ്ടെന്ന് വെക്കാം. ഇവിടെ അടുത്ത ആളുണ്ടെന്ന് വെച്ചാൽ ഇവനെ കക്കാൻ പറ്റില്ല. മനസ്സിലായ? ഇവനെ കക്കണം എന്നുണ്ടെങ്കിൽ ഒരു കളി ഇവന്റെ കയ്യിലേക്ക് എത്തണം. മനസ്സിലായ? അതായത് ഇവന്റെ കയ്യിലേക്ക് ഇനി ഇതിൽ നിന്ന് ഒരു കാർഡ് എടുത്തിട്ട് എപ്പോ കളി വരുന്നു അപ്പോഴാണ് പിന്നെ അടുത്ത പ്ലെയർക്ക് ഇവനെ കക്കാൻ പറ്റുള്ളൂ. അതർവൈസ് ഇവനെ ആർക്കും കക്കാൻ പറ്റില്ല. ഇവൻ സേഫ് ആയി ഇപ്പോ. ഞാൻ 3 കാർഡ് റിലീസ് ചെയ്തു. 3 കാർഡ് ഇപ്പൊ റിലീസ് ചെയ്തു. ഇപ്പൊ എനിക്ക് ഇത് വേണമെങ്കിൽ എടുത്തുകൂടാ? എനിക്ക് ആവശ്യമുണ്ട്. ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ എടുത്തുകൂടാ? ഇനി ഇവനെ കക്കാം. ഓക്കെ, ഇപ്പൊ ഇവന്റെ ഒരു കളി കഴിഞ്ഞല്ലോ. ബ്രേക്ക്. അപ്പൊ ഇവൻ എടുക്കണ്ട കാർഡ്? കാർഡ് എടുക്കണം, എന്നിട്ട് കളിക്കാൻ പാടുള്ളൂ.
ബ്രേക്ക് ഇടാണെങ്കിൽ ഇതിന് എടുത്തിട്ട് കളിക്കുക, എപ്പോഴും ഒരു കാർഡ് വലിക്കണം. എന്നിട്ട് കളിക്കുക. ഓക്കെ സോറി, ബ്രേക്ക് ഇവനെ ബ്രേക്ക് ചെയ്യാം. ഇപ്പൊ ഇവനെ ബ്രേക്ക് ചെയ്യാൻ നീ ചൂസ് ചെയ്തു ഇല്ലേ? അപ്പൊ ഇവന്റെ കയ്യിൽ ഇപ്പൊ 2 എണ്ണല്ലോ. 2 എണ്ണുള്ള സമയത്ത് ഇവൻ 2 എണ്ണം ഇവിടെ ഇട്ടിട്ട് 2 എണ്ണം എടുക്കാൻ പാടുള്ളൂ, 4 എടുക്കാൻ പാടില്ല. ഓക്കെ, എത്രയാണോ അവന്റെ കയ്യിലുള്ള അത്രയാണ് ഇതിന് എടുക്കാനും പാടുള്ളൂ. ബ്രേക്കിന്റെ പർപ്പസ് എന്താ? ബ്രേക്കിന്റെ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കയ്യിലത്തെ കാർഡ് ഇപ്പൊ നിന്നെ ചൂസ് ചെയ്തവൻ ആര് വേണമെങ്കിൽ നമ്മളെ 3 പേര് ആരും ചൂസ് ചെയ്യാം. നിന്നെ ചൂസ് ചെയ്ത കാരണം നീ ആ 2 കാർഡ് ഇവിടെ ഇടുക, ഓപ്പൺ ആയിട്ട് ഇടുന്നു. എന്നിട്ട് നീ ഇതിന് പുതിയ 2 കാർഡ് എടുക്കും. എന്നിട്ട് പുതിയ 2 കാർഡ് എടുക്കുക. കാരണം നിന്റെ 2 എണ്ണം ഉള്ളൂ. 4 എത്ര ഇനി അടുത്ത പ്ലേ നിൽക്കണം. എന്റെ കളി ഞാൻ കളിച്ചു. ഇനിയിപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ സ്വാപ്പ് ഇട്ടു. ഇപ്പൊ എന്റെ കയ്യിൽ 2 എണ്ണം ഉള്ളു, എന്റെ കയ്യിൽ 4 ഉണ്ട്. ഞാൻ കളി ശ്രദ്ധിക്കണ കാരണം ഇപ്പൊ ഇവൻ ഇങ്ങനെ മറച്ചു പിടിച്ച കാരണം എനിക്ക് അവന്റെ എത്തുന്നത് ഞാൻ ഇവരെ സ്വാപ്പ് ചെയ്യിപ്പിച്ചു. അപ്പൊ എന്തായി, ഇവന്റെ കയ്യിൽ 2 എണ്ണമായി, ഇവന്റെ കയ്യിൽ 4 ആയി. അങ്ങനെ പറ്റും. സ്വാപ്പ് ചെയ്തു. കളി ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല, മനസ്സിലായ? ഒരാൾക്ക് പ്ലാൻ ചെയ്തിരിക്കാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. ഇപ്പൊ എന്റെ കയ്യിൽ 2 എണ്ണം. ഇനിയിപ്പോ നിന്റെ കളി. ഞാൻ ഡ്രോപ്പ് ചെയ്യണ്ടല്ലോ. നിനക്ക് ഇപ്പൊ വലിച്ചതിന് എന്തെങ്കിലും പവർ കാർഡ് കിട്ടിയെന്ന് ഇതേപോലെ സ്വാപ്പ് കിട്ടിയെന്ന് വെച്ചോ, നിനക്ക് സ്വാപ്പ് ചെയ്യാം. നിനക്ക് തീഫ് കിട്ടിയെന്ന് വെച്ചാൽ നിനക്ക് ആരെങ്കിലും കക്കാം. ഇപ്പൊ നിനക്ക് 2 സൈക്കിളുള്ള തീഫ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ നിന്റെ 4 ഓക്കെ. ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ഞാൻ കളിക്കണ്ടേ? നിന്റെ കളി. ഇപ്പൊ ഞാൻ ഇതിട്ടു, തീഫ് ഇട്ടു. അപ്പൊ എനിക്ക് എത്ര എണ്ണം കേൾക്കാം? 2 എണ്ണം കേൾക്കാം. ഇതിലിപ്പോ 2 കിഴിയുള്ള ചാക്കല്ലുള്ള പന്ന കേൾക്കാം. ആരാണെങ്കിലും കേൾക്കാം. പക്ഷെ 2 എണ്ണം എടുക്കാൻ പറ്റും. എനിക്ക് നിന്നെ മതി. എന്നെ ചൂസ് ചെയ്തു. അപ്പൊ എനിക്ക് 2 എണ്ണം എടുക്കാം. ഇഷ്ടം എടുത്തോടെ. ഇപ്പൊ എന്നെ ചൂസ് ചെയ്തില്ലേ? എന്റെ ഈ കാർഡ് ഉണ്ട്, ഇതാണ് പവർ സ്വാപ്പ് എന്ന് പറയുന്ന കാർഡ്. ഇപ്പൊ ഈ കാർഡിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ശ്രദ്ധിച്ചോളൂ. ഇത് തീഫ്, ഇത് സ്വാപ്പ്, ഇത് ബ്രേക്ക്. ഇത് 3 കാർഡാണ് നമുക്ക് പവർ കാർഡ്സ് ആയിട്ട് വരുന്നത്. ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് തീഫ് എന്ന് പറയുമ്പോ ഏത് തീഫാണെങ്കിലും ഇതിൽ ഏത് കാർഡ് വേണമെങ്കിലും എന്നെ ഈ കാർഡ് എന്റെ കയ്യിലുള്ളിടത്തോളം നേരം ഞാൻ സേഫാ. ഇതിപ്പോ ആരുടെ കയ്യിലുണ്ടെങ്കിലും അവര് സേഫാ, കാരണം ഈ കാർഡ് ഇട്ടു. ഇപ്പൊ ഇവ 2 സാക്ക് കാർഡ് ഇട്ട് കാരണം എന്നെ കക്കാൻ വന്നപ്പോ ഞാൻ ഇട്ടു. ഈ 2 സാക്കിന്റെ പവർ എനിക്കായി. പിന്നെ എനിക്ക് ചൂസ് ചെയ്യാം, മനസ്സിലായ? അപ്പൊ എനിക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ 3 പേരിൽ ആരെ കക്കണം എന്നുള്ളത്. ആ പവർ അവനാണ് ഇട്ടത്. പക്ഷെ ഈ കാർഡുള്ള കാരണം നമുക്ക് ഇതിനെ മൊത്തം റൂൾ ചെയ്യാൻ പറ്റും. ഇതിലത്തെ ഏത് കാർഡ് ഇട്ടാലും ബ്രേക്കോ സ്വാപ്പോ 3 സാക്ക് 2 സാക്ക് 1 സാക്ക് ഈ 3 സാക്കുള്ള എന്ത് പവർ എന്നെ ഇട്ടാലും എനിക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ ആ പവറൊക്കെ എനിക്ക് ഒരു പവർ ഇപ്പൊ 2 സാക്കിന്റെ ഇട്ട കാരണം ഇപ്പൊ എനിക്ക് ആ ചൂസ് ചെയ്യാനുള്ളത്. അപ്പൊ എന്നെ മാത്രം കേൾക്കാൻ പറ്റുള്ളൂ? അല്ല, ഇപ്പൊ എനിക്ക് ഈ പവർ എനിക്ക് ആയതുകൊണ്ട് എനിക്ക് ചൂസ് ചെയ്യപ്പോ നിങ്ങൾ ആരെ കേൾക്കണം എന്നുള്ളത്. എനിക്ക് അങ്ങനെ അവനെ മാത്രം കേൾക്കണം എന്നില്ല. അപ്പൊ ഞാൻ ഈ കാർഡ് ഇട്ടിട്ട് ഞാനിപ്പോ 2 സെക്കൻഡ് പവർ ഞാൻ യൂസ് ചെയ്തു. എനിക്കിപ്പോ ഇവനെ മതി. ഇവന്റെ കട്ടപ്പ് ഇവന്റെ കയ്യിൽ ഇപ്പൊ 1 എണ്ണായില്ലേ? ഇവന്റെ കയ്യിൽ ഇപ്പൊ 1 എണ്ണായി. അപ്പൊ ഞാൻ ഇതിട്ട് കളഞ്ഞു. ഇനി ഇവന്റെ കയ്യിൽ 1 എണ്ണം ഉള്ള സമയത്ത് നേരത്തെ പറഞ്ഞ സെയിം റൂള്, അതായത് ഇവനെ ആർക്കും കക്കാൻ പറ്റില്ല. ഇവന്റെ ഒരു കയ്യിലെ കളി വന്നാൽ മാത്രമേ കക്കാൻ പറ്റുള്ളൂ. അതർവൈസ് ഇപ്പൊ അപ്പുറത്ത് വേറൊരു പ്ലെയർ ഉണ്ടെങ്കിൽ ഇവനെ സ്വാപ്പ് ചെയ്തു നോക്കിയ അപ്പൊ ഈ പറഞ്ഞ റൂള് ബ്രേക്ക് ആയി അവിടെ. വൺസ് ഇത് സ്വാപ്പ് ആയി കഴിഞ്ഞാൽ ഇവന്റെ കയ്യിൽ ഈ കാർഡ് സ്വാപ്പ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ വാലിഡ് അല്ല ആ റൂള്. അവന്റെ ആ കയ്യിലേക്ക് സ്വാപ്പ് ആയി പോയിന്റെ ഒരു റൗണ്ട് എത്തണമെന്നില്ല. അവനെ എപ്പോ വേണമെങ്കിലും കക്കാം, മനസ്സിലായി? ആ കാർഡ് വേറെ ആരെടുത്ത് പോയാലും അങ്ങനെയും പ്രശ്നമില്ല. ഇല്ല, പ്രശ്നമില്ല. ഇനിയിപ്പോ അവന്റെ കളി കളിച്ചോ. അവന് കളിക്കുന്നില്ല. 2 കാർഡായിട്ടുള്ള കയ്യില് 4 കാർഡാവണം. ഞാൻ ബ്രേക്ക് ഇട്ടു. പിന്നെ ഞാൻ ഇവനെ പറഞ്ഞു അവൻ ബ്രേക്ക് ചെയ്തു. അപ്പൊ അവന്റെ കയ്യിൽ 2 എണ്ണം ഉള്ളൂ. ഈ 2 എണ്ണം ഇട്ടിട്ട് പുതിയത് 2 എണ്ണം എടുക്കാൻ പാടുള്ളൂ, ഡ്രോപ്പ് ചെയ്തിട്ടില്ല. കാരണം അവന്റെ കയ്യിൽ 2 എണ്ണം ഉള്ളൂ. ഓക്കെ, നിന്റെ കളി. വലിക്കണ്ടേ? അവനെ വലിക്കണ്ടേ? അവരുടെ വലിക്കണം, വലിച്ചിട്ട് കളിക്കണം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്തു.
ഓക്കെ ഞാൻ വലിച്ചു. അപ്പൊ എനിക്ക് 2 കാർഡുള്ള തീഫാ ഇത് ഞാൻ ഇട്ടു. ഇപ്പൊ ഞാൻ ഇവ ഇപ്പൊ ഇങ്ങനെ പിടിച്ചാണെങ്കിൽ ഇപ്പൊ എന്റെ കാർഡുകൾ എത്ര മനസ്സിലായി. അത് ശരിക്കും മണ്ടത്തരാ. ഇപ്പൊ നമ്മള് അറിയാത്ത രീതിയിൽ പിടിച്ചിരിക്കണം. ഞാൻ 2 സെക്കൻഡ് ഇവനെ എടുത്തു, ഐഡിയ കിട്ടണോ. അപ്പൊ എന്തായി, അവൻ ഔട്ടായി. അവൻ തോറ്റു. അവൻ കൊരങ്ങനായി. നമ്മുടെ കയ്യിലത്തെ കൊരങ്ങന്റെ കാർഡ് എടുത്തിട്ട് ഇവന് കൊടുക്ക. കൊരങ്ങന് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇത് നടന്നു കഴിഞ്ഞാൽ കഷ്കണം, അടുത്ത വെള്ളം വേണമെങ്കിൽ കൊരങ്ങാൻ വെള്ളം എടുത്ത് കൊണ്ടുവന്ന് പറയാം. ബലിയാടാണല്ലേ. അതെ, ബിരിയാണി കൊണ്ടുവരുമോ? ഇതിപ്പോ 2 കാർഡ് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ടാ. അവന്റെ കട്ട 2 കാർഡ് എന്റെ എക്സസ് ആണല്ലോ, അതിനെ ഡ്രോപ്പ് ചെയ്തു. നിന്റെ ഞാൻ വിട്ട് കളഞ്ഞു വെറുതെ. ഐ തിങ്ക് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ തോന്നി. നീ ബ്രേക്ക് ചെയ്യാം. ഞാൻ ബ്രേക്ക് ചെയ്യണം. അപ്പൊ ഞാൻ 4 കാർഡുള്ളവരെ 4 കാർഡ് ഇട്ടു. പുതിയ 4 കാർഡ് ഞാൻ ഡക്കിൽ ഇട്ടു. അപ്പൊ നമ്മൾ എങ്ങനെ ജയിക്കുക? ഇതുപോലെ ജയിക്കണത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ കളി നിർത്തല്ലേ? ഇപ്പൊ ഈ പവർ സ്വാപ്പ് ഇല്ലേ, ഇപ്പൊ ഞാൻ 2 കള്ളൻ ഇട്ടപ്പോഴാണ് നീ പവർ സ്വാപ്പ് ഇട്ടെ. അപ്പൊ 2 കള്ളന്റെ പവർ നിനക്ക് കിട്ടി. അപ്പൊ നീ ഇവനെ ചൂസ് ചെയ്തു വിചാരിക്കും. അപ്പൊ ഇവനും പവർ സ്വാപ്പ് ഇട്ട് എന്തിട്ടുണ്ടാവാ? ഓക്കെ ഫൈൻ, നല്ല ക്വസ്റ്റ്യൻ. ഇപ്പൊ ഇതില് പവർ സ്വാപ്പ് ഞാനിപ്പോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിലിപ്പോ പവർ സ്വാപ്പ് ഞാൻ നോക്കട്ടെ. നീ ഇപ്പോ 2 കളർ ഇട്ടു. 2 കളർ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ പവർ സ്വാപ്പ് ഇട്ടപ്പോ ആ പവർ എനിക്കായല്ലോ. ഗ്രാജുവലി അത് എനിക്കായി ആ പവർ. അപ്പൊ ഞാൻ നിന്നെ ചൂസ് ചെയ്തു. നിന്റെ ഈ സെയിം പവർ കാർഡ് ഉണ്ട് വെക്കുക. അപ്പൊ നിനക്ക് അത് ഇട്ട് കഴിഞ്ഞാൽ ആ പവർ വീണ്ടും നിനക്കായി. ഓക്കെ, അതായത് ഈ പവർ നമുക്ക് നമ്മളെ തന്നെ ഡിഫെൻഡ് ചെയ്ത് പോകാൻ പറ്റും. ആരെല്ലാണോ അവർക്ക് ഡിഫെൻഡ് ചെയ്യാം. ഈ പവർ 2 കളർ ഇട്ട് കഴിഞ്ഞാൽ അത് എനിക്കായില്ലോ, ആ വിട്ട പവർ. ആ പവർ ഞാൻ നിന്റെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഈ പവർ കാർഡ് ഉണ്ടെങ്കിൽ നിനക്ക് ആ 2 കാർഡ് നോക്കി. അപ്പൊ ഞാൻ പവർ സ്വാപ്പ് ഇടാണെന്നുണ്ടെങ്കിൽ പവർ സ്വാപ്പ് ഇടാണെങ്കിൽ പിന്നെ നിനക്ക് ചൂസ് ചെയ്യാം. ഈ പവർ നിനക്ക് കിട്ടും. ഇപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ ബ്രേക്ക് ഇട്ടേന്ന് വിചാരിക്കും, അല്ലെങ്കിൽ സ്വാപ്പ് ഇട്ടേന്ന് വിചാരിക്കും. അപ്പൊ നീ പവർ സ്വാപ്പ് ഇട്ട് ഇത് ഉപയോഗിക്കണം നിർബന്ധം ഉണ്ടോ, അതോ ഡിഫെൻഡ് ചെയ്യാം? അതായത് ഈ പവർ കാർഡ് ഇട്ടു, ഇവ എന്നെ സ്വാപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പവർ കാർഡ് ഇട്ടു. അപ്പൊ ഇവൻ സ്വാപ്പ് ചെയ്യുമ്പോ ഞാനാണല്ലോ ചൂസ് ചെയ്ത്, ഞാൻ നീ ചൂസ് ചെയ്ത് നിൽക്കാം. അപ്പൊ എനിക്ക് വേണ്ട, ആരും സ്വാപ്പ് ചെയ്യണ്ട, ലീവ് ചെയ്തോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലീവായി. ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിള് ഇപ്പൊ എന്റെ കട്ടിട്ട് ആകെ ഒരു കാർഡിന് ബാക്കിയുള്ളൂ, ഈ ഒരു പവർ സ്വാപ്പ് മാത്രമേ ഉള്ളൂ. നീ എന്നെ ഒരു കള്ളൻ ഇട്ട് കക്കാമെന്ന് വിചാരിക്കും. ഞാൻ അപ്പൊ പവർ സ്വാപ്പ് ഇട്ടു. അപ്പൊ എന്റെ കയ്യിൽ കാർഡൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ എനിക്ക് ആ ഒരു കള്ളന്റെ ആ ഒരു കള്ളന്റെ പവർ നിൽക്കണ്ടല്ലോ, ഒരു കള്ളന്റെ പവർ നിൽക്കണ്ടല്ലോ. ആ പവർ വെച്ച് ആരെങ്കിലും കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കാർഡാവില്ലേ, ഒരു കാർഡാവും. അങ്ങനെ ഓക്കെ. അപ്പൊ നേരെ മറിച്ച് സ്വാപ്പ് ഇട്ടപ്പോഴേ ഞാൻ പവർ സ്വാപ്പ് ഇട്ടെങ്കിലോ? പവർ സ്വാപ്പ് ഇട്ടെങ്കിൽ എനിക്ക് സ്വാപ്പ് ചെയ്യിപ്പിക്കാം. ഇപ്പൊ നീ സ്വാപ്പ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ തമ്മിൽ സ്വാപ്പ് ആവും. അപ്പൊ അവൻ 0 കാർഡായി അവനെ ഔട്ടോ. അങ്ങനെ അവൻ 0 കാർഡ് ആവില്ലല്ലോ. ഇപ്പൊ നമ്മള് 3 പേര് അല്ല. ഇപ്പൊ ഞാൻ പവർ സ്വാപ്പ് ഹാൻഡ് ഇട്ടു, അല്ലെ ബ്രേക്ക് ഇട്ടു. എന്റെ പേര് പറഞ്ഞു, ഞാൻ പവർ സ്വാപ്പ് ഇട്ടു. അപ്പൊ ഈ ബ്രേക്കിന്റെയും സ്വാപ്പിന്റെയും പവർ എനിക്ക് കിട്ടില്ലേ? ഇപ്പൊ ബ്രേക്ക് ആന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെറുതെ ഒരാളെ ബ്രേക്ക് ചെയ്യാൻ. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് പവർ സ്വാപ്പ് യൂസ് ചെയ്യുന്നില്ല, അറ്റ ടൈമിൽ നിന്റെ കയ്യിൽ ഒറ്റ കാർഡല്ലോ. അത് ബുദ്ധി ഉപയോഗിക്കണല്ലേ? അവിടെ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ ആ ഇട്ട് കളയല് ചെയ്യാം. ഇപ്പൊ ബ്രേക്ക് ഇട്ട് നോക്കിയാ, ബ്രേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പവർ സ്വാപ്പ് ഇട്ടിട്ട് കാര്യമില്ല, കാരണം കയ്യിലത്തെ കാർഡ് പോവല്ലേ. അപ്പൊ നമ്മൾ തോറ്റു. അപ്പൊ ഈ പവർ സ്വാപ്പ് നമ്മൾ ഇവിടെ ഇട്ടിട്ട് പുതിയ കാർഡ് എടുത്ത് പറഞ്ഞ മനസ്സിലായ? ഒരു റൗണ്ട് കൂടി പോവാ. അപ്പൊ ഈ എടുക്കുന്ന കാർഡ് കയ്യിലുണ്ടാവുമല്ലോ. പവർ സ്വാപ്പ് അല്ല ലീവായി പോണത്. മറ്റേത് പവർ സ്വാപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാർഡ് എടുക്കാൻ പറ്റില്ല. പവർ സ്വാപ്പ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ കാർഡ് പോവുള്ളൂ. മനസ്സിലായ? അപ്പൊ നമ്മൾ 0 ആയി കഴിഞ്ഞാൽ നമ്മൾ ഔട്ട് ആവും. 0 ആയി കയ്യിൽ കാർഡില്ലാണ്ട് അതിനെ ഔട്ട് ആയി. ഇപ്പൊ നേരത്തെ കണ്ടില്ലേ മങ്ങിയിരിക്കണത്, അപ്പൊ അതുപോലെ ഇരിക്കേണ്ടി വരും. അപ്പൊ എലിമിനേറ്റ് ആയി മാത്രം നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അല്ല, ഇതിപ്പോ ഇങ്ങനെ ഇതിലിപ്പോ ഞാൻ സീരീസ് പറഞ്ഞുതരാം. ഓക്കെ, ഇതുപോലെ പ്രിൻസസ് കിങ് ക്യൂ ഇങ്ങനത്തെ ഒരു സീരീസ്. അതുപോലെ സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് ജഡ്ജ്, ലോയർ, പോലീസ്, പീപ്പിള്, ആ ഒരു മൂഡ്. അതുപോലെ നമ്മളെ ഈ പറഞ്ഞ പോലെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, മേയർ, ഇങ്ങനെ 4 എണ്ണം വരികയാണെങ്കിൽ ജയിച്ചു.
സീരീസിലല്ലേ? ഏതെങ്കിലും ഒരു സീക്വൻസ് ഇങ്ങനെ സെറ്റ് ആക്കിയാൽ മതി. ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് നമ്മൾ കളറുകൾ കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് വിചാരിച്ചിട്ട് കിങ് 2 പ്രിൻസ് 2 ജയിക്കില്ല. ഇവര് 4 പേരും വരണം. 4 പേരും വരണം. 4 പേരും വന്നാലേ ജയിക്കുള്ളൂ. അതുപോലെ ഇവരെ 4 പേര് വന്നാലേ ജയിക്കുള്ളൂ. ഇവര് 4 പേര് വന്ന് ജയിച്ചു. ഇതിലേതെങ്കിലും ഒരെണ്ണാക്കിയാൽ മതി. ഇതിലേതെങ്കിലും ഒരു സീക്വൻസ് സെറ്റ് ആക്കിയാൽ ജയിച്ചു. അപ്പൊ ഇവനെ 4 പറ്റുമോ? പറ്റും. അതാണ് ഞാൻ ഇവിടെ വെച്ചത്. ഇപ്പൊ പ്രസിഡന്റ് ഇത് സാമ്പിളാണ്. ഇപ്പൊ പ്രസിഡന്റ് 4 നിൽക്കുക. അപ്പൊ നമ്മൾ കളി ജയിച്ചു. സ്റ്റിൽ 4 പ്രസിഡന്റിന് കിട്ടണം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ 2 പ്രസിഡന്റും 2 പ്രൈം മിനിസ്റ്ററും അങ്ങനെ കിട്ടില്ല കാര്യമില്ല. അതുപോലെ പ്രസിഡന്റ് മാത്രമല്ല, ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ക്യാരക്ടർ 4 മതി. ഓക്കെ, ഇപ്പൊ ജഡ്ജ് 4 ക്യൂ 4 കിങ് 4 ജയിച്ചു. കളി ജയിച്ചു. അത് പക്ഷെ അങ്ങനെ പെട്ടെന്ന് ജയിക്കില്ല. ജയിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാം, പക്ഷെ ജയിക്കില്ല. പിന്നെ അതാണ് നമ്മുടെ കളിയിലത്തെ ട്വിസ്റ്റ്. ഓക്കെ, ഇതിപ്പോ എന്റെ ഇതിപ്പോ 4 സെറ്റായി. ഓക്കെ, ഇതിപ്പോ 4 സെറ്റായിട്ട് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇട്ടു. ജയിച്ചു എന്ന് പറഞ്ഞിട്ട് 4 ഇടുമ്പോ നീ 2 കാർഡ് ഡ്രോപ്പ് ചെയ്യില്ലേ? ആ കാർഡ് എടുക്കാൻ പറ്റൂ? ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവസാനം ഡ്രോപ്പ് ചെയ്യണ കാർഡല്ലേ? ഓക്കെ, ഇപ്പൊ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ തീഫ് കാർഡ് ഉണ്ട് നിൽക്കുക. ഇതില് ഇപ്പൊ ഞാൻ ജയിച്ചിങ്ങനെ ഇരിക്കുക. ഞാൻ ഇത് ഇട്ടു. ഇതിട്ട് കഴിഞ്ഞാൽ ഈ കാർഡ് അപ്പുറത്തെ പ്ലെയറിന് എടുക്കാൻ പറ്റില്ല. ഏത് കാർഡാണെങ്കിലും ഏത് കാർഡ് ഇട്ടാലും ഞാൻ ഇടുന്ന കാർഡ് എന്തായാലും ഒരാൾക്ക് എടുക്കാൻ പറ്റും. അത് ഈ സർവൈവൽ റൗണ്ടിൽ അങ്ങനെയാ? സർവൈവൽ റൗണ്ടിൽ മാത്രം. അതായത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലെയിം ചെയ്തല്ലോ. അപ്പൊ ഞാൻ ഈ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ കാർഡ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ് എടുക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ വെക്കും കാർഡ് ജയിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ഇത് ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ വെച്ചിരിക്കും. അപ്പൊ അടുത്ത പ്ലെയർ, എന്റെ കളി കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത പ്ലെയർ ഇപ്പൊ ഇവനല്ല. അപ്പൊ ഇവന്റെ കയ്യില് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാർഡില്ലേ, ഈ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം മാറ്റി ഡക്കിന്ന് പുതിയ 4 കാർഡ് എടുക്കണം. ഓക്കെ, അല്ല, അതായത് പുതിയ 4 കാർഡ് എടുക്കണം. ഞാനിപ്പോ അത് പൊളിഞ്ഞു. പുതിയ 4 കാർഡ് എനിക്ക് കിട്ടാ. ഞാനിത് തിരിച്ചു ഇവിടെ ഇടും. പിന്നെയും കളി പഴയ പോലെ. സോ ഇതല്ലാണ്ട് പിന്നെ വേറെ ഏതാ മെത്തേഡുള്ളത്? പിന്നെ തോൽപ്പിക്കണമെന്നുണ്ട്. ഇനിയിപ്പോ ഇവന്റെ കയ്യിൽ സപ്പോസ് ബ്രേക്ക് ഇല്ല എന്ന് വിചാരിക്കാം. ഞാൻ ഇപ്പൊ ജയിച്ചല്ലോ, ഇവന്റെ കയ്യിൽ ഇപ്പൊ ബ്രേക്ക് ഇല്ല. ഇവന്റെ കയ്യിൽ ഇപ്പൊ തീഫാണ് ഉള്ളതെന്ന് വയ്ക്കുക. തീഫ് ഉള്ളതെന്ന് വയ്ക്കുക. ഇവൻ തീഫ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പുറത്തെ കയ്യില് എപ്പോഴും ബ്രേക്ക് ഉണ്ടെങ്കിൽ മാത്രം എന്നെ പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഇവന്റെ കയ്യിൽ തീഫ് സാപ്പ് എന്തുണ്ടെങ്കിൽ ഇവന് യൂസ് ചെയ്യാൻ പറ്റില്ല. ബ്രേക്കിന്റെ യൂസ് ഇവന് മാത്രമാണ് ഈ പവർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവന്റെ കയ്യിൽ ഇവൻ 4 കാർഡ് പിടിച്ചിരിക്കുക. ഇതില് ബ്രേക്ക് ഇല്ല, തീഫിലൊന്നും ഇല്ല എന്ന് വിചാരിക്കും. അപ്പൊ അതില്ലാന്ന് പറഞ്ഞിട്ട് അടുത്ത ആൾക്ക് കളി പോകണം ചെയ്യാൻ വലിക്കാൻ പറ്റൂ? സാധാരണ പോലെ നോർമലി വലിക്കാം. അതെന്താണെന്നറിയും നോർമലി വലിക്കാന്ന് പറയുന്നത്? ഇപ്പൊ നോർമലി വലിക്കുന്ന കാർഡ് ചിലപ്പോ ബ്രേക്ക് ആവാം. ഓക്കെ, ആ നോർമലി വലിക്കുന്ന കാർഡ് ബ്രേക്ക് ആണെങ്കിൽ അത് അവന് യൂസ് ചെയ്യാലോ. അപ്പൊ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തോറ്റു. ഞാൻ പിന്നെ സ്റ്റിൽ ഇത് ബ്രേക്ക് ചെയ്യണം, ഇട്ടിട്ട് പുതിയ കാർഡ് എടുക്കണം. കള്ളനിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാം. ഇപ്പൊ അവൻ കള്ളനിട്ടു, ഇവനെ നിന്നെ അറ്റാക്ക് ചെയ്യാം, ഇവനെ അറ്റാക്ക് ചെയ്യാം. പക്ഷെ കൂടുതലും ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത് എന്നെ തോൽപ്പിക്കാനല്ലേ, കാരണം ഞാൻ ജയിച്ചിരിക്കല്ലേ. അപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്ത് ചിലപ്പോ എന്നെ ആയിരിക്കും. ഇപ്പൊ ഇവൻ 2 കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരെയും കക്കാം. അപ്പൊ ഇവൻ ഇതിട്ട് കഴിഞ്ഞാൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. തീഫാണ് ഇട്ടേക്ക്. ബ്രേക്ക് ഇട്ടാൽ മാത്രം തോൽപ്പിക്കാം. ഇനി അടുത്ത് ഇവന്റെ കളി. ഇവനൊന്നും ചെയ്യാൻ പറ്റണ്ട. ഇപ്പൊ ഇവന്റെ കയ്യിൽ ഇപ്പൊ ബ്രേക്ക് ഇല്ലാണ്ട് ഇപ്പൊ സാധാരണ പോലെ നോർമലി കളിച്ചു, കളി കഴിഞ്ഞു. ഇനി അടുത്തത് 3ാമത്തെ ആളിലേക്ക് വരാണെങ്കിൽ ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് ബ്രേക്ക് ഉണ്ടെങ്കിൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കള്ളനുണ്ടെങ്കിൽ എന്റെ ഇത് കക്കാം. 3 കക്കാം. അപ്പൊ എന്റെ വീണ്ടും ഒരു കാർഡ് നോർമൽ കളി. മനസ്സിലായ? അപ്പൊ ഇവന്റെ ബ്രേക്ക് ഉണ്ടെങ്കിൽ മാത്രം നിന്നെ അറ്റാക്ക് ചെയ്യാൻ. എന്റെ കള്ളനോ സ്വാപ്പോ ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ബ്രേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ബ്രേക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റാത്തുള്ളൂ. ബാക്കി ഏത് പവറിലേക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നീ എന്നെ കട്ട് കഴിഞ്ഞാൽ 3 കാർഡ് പോയി. പിന്നെ ഞാൻ നോർമലി അടുത്ത കളി കളിക്കണ പോലെ കളിക്കേണ്ടി വരും. ഇനിയിപ്പോ എന്റെ ബ്രേക്കും സ്വാപ്പും ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ അവന്റേക്ക് വരും. അപ്പൊ ഇവനും ബ്രേക്ക് സ്വാപ്പ് ഉണ്ട്. സ്വാപ്പ് ഇട്ടു. സ്വാപ്പ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സ്വാപ്പിന്റെ സെയിം പവർ യൂസ് ചെയ്യാം. നിനക്ക് വേണമെങ്കിൽ ഈ കൈ നിനക്ക് മേടിച്ചിട്ട് നിന്റെ കൈ എനിക്ക് തരാം. അപ്പൊ പിന്നെ എന്തായി, നീ ജയിച്ചു. അപ്പോഴും നീ നോർമലി നീ ജയിക്കില്ല, കാരണം ഇപ്പൊ നിന്റെ കാർഡ് എന്റെ കയ്യിലായല്ലോ. പിന്നെ ഞാൻ എടുക്കുന്ന കാർഡ് എനിക്ക് ബ്രേക്ക് നോക്കി. ഇപ്പൊ എനിക്ക് സപ്പോസ് ഞാൻ വലിച്ചിട്ട് എനിക്ക് ബ്രേക്ക് കിട്ടി കഴിഞ്ഞാൽ
എനിക്ക് നിന്നെ പൊട്ടിക്കാം. സെയിം ഒരു റൗണ്ട് നീ ഫുള്ള് സർവൈവ് ചെയ്യണം. സ്വാപ്പ് ചെയ്ത് സീക്വൻസ് മാറിയാലും അവൻ സർവൈവ് ചെയ്യണം. പിന്നെ അപ്പൊ നിന്റെ ബ്രേക്ക് ഉണ്ടെങ്കിൽ മാത്രം അടുത്ത പ്ലെയറിന് ബ്രേക്ക് ഉണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നീ സാധാരണ പോലെ ഇപ്പൊ ഈ റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ആയി ജയിക്കണം, എന്നാലാണ് നീ പ്യുവർ വിന്നാവുള്ളൂ. ലൈക്ക് നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഇവനൊന്നും ചെയ്യാൻ പറ്റിയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് നിന്റെ കളി വന്നു കഴിഞ്ഞാൽ ഈ സീക്വൻസ് പൊട്ടിക്കാൻ ആർക്കും പറ്റിയില്ലെങ്കിൽ ഒരു റൗണ്ടില് ഇനിയിപ്പൊ നീ സ്വാപ്പ് ഇട്ടു, ഒരു ഡക്ക് എടുത്തതിന് ശേഷം സ്വാപ്പ് ഇടാൻ പറ്റുള്ളൂ. സ്വാപ്പ് ഇട്ടിട്ട് അന്യവന് സ്വാപ്പ് ചെയ്യിപ്പിച്ചു വെച്ചാൽ ഇപ്പൊ ഇങ്ങനെയല്ലോ കളി. ഇങ്ങനെ കളിയായി കഴിഞ്ഞാൽ നീ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്റെ കളിയല്ലേ. അപ്പൊ എനിക്ക് കിട്ടുന്ന ബ്രേക്ക് ആണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സ്വാപ്പായിട്ട് ഇങ്ങനെ സ്വാപ്പായി ഇവന്റെ നെക്സ്റ്റ് പ്ലെയർ ആരാണോ അവർക്ക് മാത്രമേ ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി? ഇപ്പൊ നീ സ്വാപ്പ് ചെയ്യിപ്പിച്ച് ഇങ്ങനെയല്ലേ, അപ്പൊ അടുത്ത കളി വരുന്നത് എനിക്കല്ല വരാ, നിനക്കല്ലല്ലോ. അപ്പൊ എനിക്ക് വരുമ്പോ എന്റെ കയ്യിൽ ബ്രേക്ക് ഉണ്ടായിട്ട് കാര്യമില്ല, നിനക്ക് മാത്രം ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവനെ കൂടി നോക്കിയാൽ മതി. ഇപ്പൊ ഇവന്റെ കയ്യില് ഈ പറഞ്ഞ പോലത്തെ സ്വാപ്പോ തീഫോ ഒന്നുമില്ല, ജസ്റ്റ് പ്ലേയിങ് കാർഡ്സ് മാത്രമേ ഉള്ളൂന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണ നോർമലി കിട്ടുന്ന ഈ കാർഡ് മാത്രമേ ഉള്ളൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വലിക്കുന്നു. വലിച്ചിട്ട് നോർമൽ കാർഡ് തന്നെ കിട്ടി. നോർമൽ കാർഡ് തന്നെ കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണ ഇതേപോലത്തെ നോർമൽ കാർഡ് കിട്ടി. ഇപ്പൊ ഒരെണ്ണം കളഞ്ഞു, എന്റെ കയ്യിൽ ഇപ്പൊ നോർമലി ഇതേപോലെ കാണിച്ചാൽ ജയിച്ചു. അപ്പൊ കളി അവിടെ സ്റ്റോപ്പായി. അപ്പൊ എനിക്ക് ഇതിലത്തെ ട്രഷർ കാർഡ് കിട്ടും. ഇത് ജയിക്കുമ്പോ കൊടുക്കണതാ. ഇതുകൊണ്ട് പ്രയോജനം പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇതിനെ കുറിച്ച് കളിയെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇവനായിരിക്കും വിന്നർ എന്നുള്ളത്. മങ്കി കാർഡാണെങ്കിൽ അവനായിരിക്കും തോറ്റിട്ടിരിക്കുന്നത് എന്നുള്ളത്. അല്ല, ഈ കുറച്ച് ഫണ്ണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മങ്കീനെ കൊണ്ട് നമ്മൾ കുറെ ടാസ്ക് കൊടുത്ത് ഈ പറഞ്ഞ കാർഡുകൾ നമ്മൾ കുറെ ഇടില്ലോ. അപ്പൊ ഇങ്ങനെ കുറെ ഇങ്ങനെ എടുക്കുന്നതൊക്കെ മങ്കിയാണ് ചെയ്യണമെങ്കിൽ ജയിക്കാൻ പറ്റും. അത് ഞാൻ കളിയിൽ ഞാൻ പറഞ്ഞുതരാം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. ഇതിപ്പോ തീഫ് ഉണ്ടല്ലോ നമ്മുടെ ഈ തീഫുകളൊക്കെ ഇല്ലേ, ഈ തീഫുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോരുത്തരെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇങ്ങനെ പുറത്താക്കാൻ പറ്റും. അവരെ കാർഡ് നമ്മൾ മോഷ്ടിച്ച് നമുക്ക് കാർഡ് ചെറിയ കട്ട ഇത് വെച്ചിട്ട് ഇവന്റെ 3 കട്ടു. അത് അടുത്ത ആള് വന്നു, ഇവന് കളിച്ചല്ലോ, അടുത്ത ആള് വന്നിട്ട് 2 കളിട്ട് ഇവനെ കട്ടു, അപ്പൊ തോറ്റു. മനസ്സിലായ? അങ്ങനെയും തോൽപ്പിക്കാം. അത് കളിച്ചാലേ മനസ്സിലാവുള്ളൂ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ 2 രീതിയിൽ ജയിക്കാം. നീ കട്ട് തോൽപ്പിച്ച് ലാസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ ജയിക്കാം, ജയിക്കാം. ഇത് കിട്ടുന്ന ആൾക്ക് അടുത്ത കളി ഫസ്റ്റ് വലിക്കാൻ പറ്റില്ലേ? ബുദ്ധി ഉപയോഗിക്കണം. ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. എടുക്കുന്ന കാർഡ് ഏതാണോ സ്വാപ്പ് ആണെങ്കിൽ കളി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറും. ഫുള്ള് ബുദ്ധി വെച്ച് കളിക്കണം. അതെ, ഇത് കളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കൊള്ളാം.